പ്രിയമുള്ളവരെ, നമ്മുടെ സൂപ്പർ സ്റ്റാർ ഉണ്ണി അഭിനയിച്ച ചെളിപുരണ്ട കാൽപ്പാടുകൾ എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി അദ്ദേഹം ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്ത ഒരു സാധാരണ കർഷകന്റെ വേഷമണിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷകരോടൊപ്പം അദ്ദേഹം ഈ ചിത്രത്തിന് വേണ്ടി നമ്മളോട് സംവദിക്കുകയാണ്. സാധാരണക്കാരന്റെ മനസ്സറിയാവുന്ന, വിയർപ്പിന്റെ ഗന്ധമറിയാവുന്ന, നാം വളർത്തി വലുതാക്കിയ നമ്മുടെ പ്രിയ നായകൻ ശ്രീ ഉണ്ണിയോട് തന്നെ നമുക്ക് ചോദിക്കാം. ശ്രീ ഉണ്ണി സാർ, അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ സ്നേഹം അദ്ദേഹം അടുത്തറിയുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും നമ്മൾ പരാജയപ്പെട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ ഇത് ഒരു വെല്ലുവിളിയായി എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു സാധാരണ കർഷകനായി അഭിനയിച്ചിരിക്കുന്ന വേഷം ഇവിടെ നടു റോഡിൽ സാധാരണ കർഷകരോടൊപ്പം അദ്ദേഹം പങ്കുവെക്കുന്നു. ആ നിമിഷങ്ങളിലേക്ക്, ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ചെവിയോർക്കാം. ഉണ്ണി സാർ, എങ്ങനെയാണ് ഈ ചിത്രത്തിൽ താങ്കൾ ഈ വേഷം കൈകാര്യം ചെയ്തത്? എന്താണ് ഈ ചിത്രത്തെ കുറിച്ച് താങ്കളുടെ പ്രതീക്ഷ? എങ്ങനെയാണ് ഇത്രയും സാധാരണക്കാരായ കർഷകരോട് തോൾ ചേർന്ന് ഒരു താരജാടയില്ലാതെ നിങ്ങൾക്ക് പെരുമാറാൻ കഴിയുന്നത്? കർഷകന്റെ ആത്മസംഘർഷത്തിന്റെ നൊമ്പരത്തിന്റെ അത് തീവ്രമായ കഥ കണ്ടപ്പോൾ ഞാൻ തെരഞ്ഞെടുത്തു. അതിഗംഭീരമായ സിനിമയാണ്. ഇതിൽ ഞാൻ കർഷകന്റെ ശക്തമായ ഒരു വേഷം ചെയ്യുന്നു. പോരാട്ടത്തിന്റെ 10 ഡാൻസ്, 10 സ്റ്റണ്ട്, മൊത്തം എന്റർടൈൻമെന്റ്. കർഷകൻ കരഞ്ഞു പോകും. ഷൂട്ട് കട്ട് ചെയ്യാൻ പോലും സംവിധാനം മറന്നുപോയി. അങ്ങനത്തെ ഒരു സിനിമയുടെ പ്രൊമോഷൻ ടേക്ക് എടുത്തുകൊണ്ടിരുന്നപ്പോ കട്ട് ചെയ്യാൻ മറന്നുപോയി. അതിപ്പോ എല്ലാ സിനിമയിലും സംഭവിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും ടാലന്റ് ആയ ആർട്ടിസ്റ്റുകളാണ് ഈ വേഷം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കർഷകരെ എവിടുന്ന് സംഘടിപ്പിച്ചു? താങ്കൾ വരുന്നെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ, അല്ലെങ്കിൽ വല്ല പൈസ കൊടുത്തിട്ട്? ആർക്ക് വേണ്ടിയാണ് ഞാൻ സിനിമ ചെയ്യുന്നത്? കർഷകൻ സാധാരണ മണ്ണിൽ പണിയെടുക്കാൻ ചെളിയിൽ പുരണ്ട എന്റെ ചളിയില്ലേ കണ്ടത്തിൽ കൃഷി ചെളി പുരണ്ട കാലൊന്ന് കാട്ടിക്കൊടുക്കൂ, കാലൊന്ന് കാട്ടിക്കൊടുക്കൂ. ഷൂ ഇട്ടിട്ടുണ്ട്, ചെളി അതിന്റെ അകത്ത് സോക്സിന്റെ അകത്താണ്, അദ്ദേഹത്തിന് കാണിക്കാൻ സാധിക്കുന്നില്ല. പറഞ്ഞു, വ്യത്യസ്തമായ ഒരു സിനിമയാണ്. കാരണം ചളി മാത്രമാണ് സിനിമ. ചളിയിൽ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണ്. ഞാൻ ചളിയിൽ പെരങ്ങി കുളിച്ച ഇതുവരെ നമ്മ കണ്ട ചളികളല്ല, അതിലും നിന്നും വ്യത്യസ്തമായ ഗംഭീര ചളി ഈ ചിത്രത്തിൽ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. അൺഡ്രോയറിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ക്യാരക്ടർ ചെയ്തു ഇരിക്കുന്നത്. അദ്ദേഹത്തിന് തുണി കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ടല്ല, ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കർഷകന്റെ വികാരം ഒപ്പിയെടുത്ത് പ്രതിഫലിപ്പിക്കുന്ന ഈ കഥ, ഈ പടമല്ലാതെ പിന്നെ ഏത് പടം നമുക്ക് കാണണം? ഇതിനെയല്ലാതെ ഏതിനെ പ്രോത്സാഹിപ്പിക്കണം? ഇദ്ദേഹത്തെ പോലുള്ള നായക നടന്മാരാണ് നമുക്ക് ആവശ്യം. അല്ലാതെ കാറിൽ കൂളിംഗ് ഗ്ലാസും വെച്ച് ടാറ്റ കൊടുത്തു പോകുന്നവരല്ല. തുണി ഉടുക്കാതെ സാധാരണ മണ്ണിന്റെ മണമുള്ള കർഷകരോടൊപ്പം നിന്നുകൊണ്ട് കർഷകന്റെ അത് കണ്ടോ, സാധാരണക്കാരുടെ ഒരു സ്നേഹം നമുക്ക് അടുത്തറിയാൻ. അയാളെ വിടൂ. അത്ര സ്നേഹമാണ് അദ്ദേഹത്തിന്. ഇന്ന് വൈകുന്നേരം വരെ കർഷകരോടൊപ്പം ഇവിടെ തുടരുമെന്നാണ് ഉണ്ണി അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂമറും അദ്ദേഹത്തിന്റെ PAയും വന്നിട്ടുണ്ട്. അദ്ദേഹം കോട്ടണിയുകയാണ്. ഉണ്ണി സാർ അടുത്ത ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഇവിടെ എന്തോ പെർഫോമൻസ് കാണിക്കാനാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. കൂളിംഗ് ഗ്ലാസ് വെക്കുന്നു. ജ്യൂസ് കഴിക്കൂ. ഉണ്ണി സാർ ജ്യൂസ് കഴിക്കുകയാണ്. സാധാരണ ഒരു കർഷകന് കൈമാറിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹം വേറൊരു പ്രമോഷന് വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് ഈ പടത്തിന്റെ തന്നെ ചളിപുരണ്ട കാൽപ്പാടുകളുടെ പ്രൊമോഷന് വേണ്ടി അദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ സിനിമ നമ്മൾ എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. ഈ സിനിമ കണ്ടില്ലെങ്കിൽ നമ്മൾ ഏത് സിനിമ കാണാനാണ്? ഈ ചളിപുരണ്ട കാൽപ്പാടുകൾ കണ്ടില്ലെങ്കിൽ മലയാളിയായി ജീവിച്ചിരുന്നിട്ട് തന്നെ അർത്ഥമില്ല. അത്രയും വലിയൊരു പെർഫോമൻസ് ആണ് ഉണ്ണി സാർ കാണിച്ചിരിക്കുന്നത്. ഉണ്ണി സാർ പോവുകയാണ്. ഉണ്ണി സാർ നമ്മളെ വിട്ടു പോവുകയാണ്. ഉണ്ണി സാർ അടുത്ത സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു. കർഷകരുടെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. കർഷകർ ഇവിടെ തന്നെ ഉണ്ട്. ഉണ്ണി സാർ പോയതിനു ശേഷം ഉണ്ണി സാർ കൈമാറിയ ജ്യൂസ് ഒരു സാധാരണ കർഷകൻ ആവേശത്തോടെ കുടിക്കുകയാണ്. ഉണ്ണി സാർ കൈമാറിയ ജ്യൂസാണ് ഈ എല്ലാവർക്കും കൊടുക്കൂ. ഉണ്ണി സാർ കുടിച്ചത് എല്ലാവരും ഒന്ന് മൊത്തട്ടെ. അതെ, അദ്ദേഹം ഒരു തോർത്ത് ഈ കർഷകന് കൈമാറിയിട്ടുണ്ട്. എന്തൊരു മഹാമനസ്കത! ഇതുപോലുള്ള ഒരു നായകനെയല്ലേ നാം വളർത്തേണ്ടത്? ഇതുപോലുള്ള ഒരു നായകനല്ലേ നമ്മൾ പിന്തുണ കൊടുക്കേണ്ടത്? ഈ സിനിമ നമ്മുടെ മലയാളികളുടെ ശബ്ദമാണ്, മലയാളികളുടെ വിയർപ്പിന്റെ ഗന്ധമാണ് ഈ സിനിമയ്ക്ക്. അപ്പൊ ഈ സിനിമ വരുമ്പോ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കുക. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.
ഇങ്ങോട്ടും സൈക്കിൾ സ്റ്റാൻഡ് അല്ല ക്യാമറ സ്റ്റാൻഡ് എടുത്ത് മാറ്റണോ. അരിപ്പ് പോയി. എടോ അങ്ങോട്ട് കൂടോ. സാറേ എന്ത്? നമുക്ക് ഈ സീന് എപ്പോഴാണ് ഷൂട്ട് ചെയ്യണേ? എന്താണ് ഈ സീനില്ലേ, ആ. ഈ രണ്ടാമത്തെ സീൻ, അത് എപ്പോഴാണ് ഷൂട്ട് ചെയ്യണേ? ഇതൊന്നും അല്ലടോ ഇവിടുത്തെ വിഷയം. ആ മേക്കിംഗ് വീഡിയോ എടുക്കുന്ന യൂട്യൂബ് ചാനൽ എവിടെ പോയി? അവിടെ ഉണ്ട്, വന്നിട്ടുണ്ട്. എവിടെ? പ്യാരി വന്നിട്ടുണ്ട്. അവിടെ ആരിനെ വിളിച്ചിട്ട് പാടുവോ? സാറേ നമസ്കാരം. ഞാൻ ഒരുപാട് നേരമായി വന്നിട്ട്. സാർ വിളിച്ചാ? എവിടെ പോയി കുത്തിരിക്കാനോ? അല്ല നമ്മളും ഒക്കെ റെഡിയാണ്, ക്യാമറ റെഡിയാണ്, എല്ലാം റെഡിയാണ്. സാറ് ഒന്നും ആക്ടിവിറ്റീസ് തുടങ്ങി നമുക്ക് ഷൂട്ട് ചെയ്യാം. ആക്ടിവിറ്റീസ് ഷൂട്ട് ചെയ്യേണ്ട കാര്യമല്ല. ആദ്യം ഞാൻ എന്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ മേലാലും ഈ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി ഞാൻ അതിലുണ്ടായിരുന്നു. കഴിഞ്ഞ പടത്തിന്റെ മേക്കിംഗ് വീഡിയോ എടുക്കുമ്പോ ബേബി സാർ എന്നോട് എന്താ പറഞ്ഞ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിന്റെ പ്രൊമോഷൻ കൊണ്ടിട്ട് ആളുകൾ തിയേറ്ററിൽ വരണമെന്ന് പറഞ്ഞു. അപ്പൊ നടന്മാരുടെയും നടികളുടെയും അതിന്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ നല്ല വൃത്തിയായിട്ടല്ലേ ഞാൻ ചെയ്ത് വിട്ടത്. കഴിഞ്ഞ പടം പൊട്ടാനുള്ള കാരണം എന്താ കാരണം? മേക്കിംഗ് വീഡിയോയിൽ ഞാനില്ല. അത് പടത്തിന്റെ ഗുണോദാരം കൊണ്ടാണ്. ഇപ്പൊ എന്താ വേണ്ടത്? ഇപ്പൊ വേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ എടോ ഈ സംവിധായകനായ എനിക്കൊരു നായിന്റെ വില ഇല്ല. അത് കാണിക്കാൻ നമുക്ക്. എടാ ഓൺ ചെയ്തോ, റോൾ ചെയ്തോ, ക്ലോസ്. ഒരു സംവിധായകനല്ലോടോ ഞാൻ. പറഞ്ഞോ സംവിധായകനാണെന്ന് ഇങ്ങനെ പറയാം. സംവിധായകനാണെന്ന് പറയണ്ട, അതിൽ കേൾക്കൂല. അവര് ഷൂട്ട് ചെയ്തോട്ടെ. നല്ല ലെവലിൽ ചൂണ്ടല്ലേ എന്തെങ്കിലും ഗൗരവം ഇങ്ങോട്ട് വെക്കാൻ പറ്റും. ഞാൻ പെടുന്നില്ല ഇതില്. അത് അവിടെ വെച്ചാൽ മതി. സിനിമയല്ല, മേക്കിംഗ് വീഡിയോ ആണ്. ചെയ്യാ നമുക്ക്. ബേബി സാർ പടം ഇറങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ മേക്കിംഗ് വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാവൂല. ഈ എഴുത്തുകാര്, മറ്റേ ക്യാമറാമിന്റെ ആൾക്കാര്, ചായ കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇവിടെ പൊട്ടന്റെ പായി നിൽക്കും. ആ പരാതി ഇത്തവണ പരിഹരിച്ചാ പോലെ. തവണ പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഈ എന്നേക്കായിട്ട് തന്നെ ഞാൻ പരിഹരിക്കില്ല. എടാ കറക്റ്റ് ക്ലോസ് പിടിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ ഉള്ളത് ബേബി സാർ സംവിധാനം ചെയ്യുന്ന ഉത്തര ധ്രുവം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ സത്യൻ സാറാണ് ഈ പടത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. 2-3 ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് സുപരിചിതയായ നടി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന. ഒച്ചെടുക്കല്ലേ, ഇതൊന്ന് പറയട്ടെ. അപ്പോ ബേബി സാറ് വളരെ വളരെ പ്രതീക്ഷയോടെ ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രമാണിത്. സത്യൻ സാർ ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഒരു ക്രിമിനൽ ലോയറിന്റെ വേഷമാണ്. ആ വേഷം വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യും. സത്യം സത്യം എടുത്തോ, ക്യാമറ എടുത്തോ. സത്യൻ സാർ വന്നിറങ്ങി. ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രമോഷന്റെ ബിഹൈൻഡ് വീഡിയോ പ്രമോഷന്റെ എന്നെ അറിയില്ലേ സാർ? ഒരുപാട് പടത്തിൽ ചെയ്തിട്ടുണ്ട് സാറിന്റെ ആദ്യം. അതെ രണ്ടുപേരും എടോ ഈ സിനിമ ഷൂട്ട് ചെയ്യണ്ടേ? വേണ്ടേ? ആദ്യം സിനിമ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പറയും പ്രൊമോഷനൊക്കെ. സത്യൻ സാറിന്റെ എന്താണ് വീഡിയോ എടുക്കേണ്ടത്, ഒന്ന് കൈ തരണ പോലെ. ആ ശരി. വളരെ ഗൗരവത്തിലാണ് സത്യൻ സാറ്. ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്യുന്ന ക്രിമിനൽ ലോയറുടെ വേഷത്തിന്റെ ആ ഗൗരവം അദ്ദേഹം വന്നിറങ്ങിയപ്പോ തന്നെ അദ്ദേഹത്തിന്റെ മനോഹരമാക്കും. ചെയർ കൊടുത്ത് അദ്ദേഹം ഈ ചെയറിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഈ ചെയറിലാണ് അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ചെയറാണത്. സത്യൻ സാർ ഞാനല്ലേ ഡയറക്ടർ സത്യൻ സാർ നിർദ്ദേശം കൊടുക്കുകയാണ്. എന്താണ് തുടങ്ങാനുള്ള പരിപാടിയാണ് ഇത്. നമുക്ക് ഇത് എടുക്കണ്ട, ഇതുണ്ട് തല കുത്താനും ഒക്കെ സ്ക്രിപ്റ്റ് ഒക്കെ കൂടി കൺഫ്യൂഷനായി. ഏത് സീനാ എടുക്കുന്നെങ്കിൽ അത് പറ. അതിപ്പോ എന്താ എടുക്കണ്ടത്? ഈ സീനാ സാറേ എടുക്കുന്നത്. ഇതാ എടുക്കണ്ടേ? അത് ആദ്യമേ പറയണ്ട. എന്നെ ഇങ്ങനെ നമുക്ക് ഈ സീനാ എടുക്കണ്ടേ സാർ? ഇത് എടുത്തങ്ങോട്ട് പോലെ അതെടുക്കാം. അപ്പൊ മേലെ എടുത്തോ. അല്ല ഇത് എല്ലാം കൂടി നടക്കണല്ലോ.
ഇവിടെ പ്രൊമോഷൻ നടക്കണോ? അപ്പൊ ഇന്ന് ഇവിടെ പ്ലാൻ ചെയ്ത സീൻ തന്നെയാണ് ബേബി സാർ എടുക്കാൻ പോണത്. സത്യ സാറുമായിട്ട് ആലോചിച്ച് അദ്ദേഹത്തിന് ആ സീൻ വളരെ ഇഷ്ടമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും കൂടി ഈ സ്വീകരിച്ചുകൊണ്ടുകൊണ്ടാണ് പിന്നെ അത് എടുക്കാൻ നോക്കണോ? അതെടുക്കാൻ നോക്കണേ. എടുക്കാൻ നോക്ക്. അല്ല ഓന്റെ ഡയലോഗ് കഴിഞ്ഞോട്ടെ. പിന്നെ അത് പകുതി വെച്ച് കട്ടായാലേ പിന്നെ അത് നമ്മളെ ഇതാണ് സാറേ ഫസ്റ്റ് സീൻ. നമ്മളവിടെ ക്രെയിൻ ഉണ്ടാവും. അപ്പൊ ചുവട്ടിലൂടെ 2 വീലറായിട്ട് സാറ് വന്ന് ഇറങ്ങുന്ന ഒരു സീനാണ്. ആ ഷോട്ട് ആദ്യം. അതെ ഷോട്ടാണ് ആദ്യം. അതായിരിക്കും ഷോട്ട് ആദ്യം അത് പ്ലാൻ ചെയ്യാം. ഇയാളാരാ? നമ്മളെ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വിളിച്ച പ്രൊമോഷൻ വീഡിയോ എടുക്കുന്ന ആളാണ്. അറിയാലോ സാറിന്. ആദ്യം സിനിമ ഷൂട്ട് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് പോരെ? മതി. അല്ല ഇത് ആളുകളിൽ എത്തണമെങ്കിലേ ഇപ്പൊ എടുക്കണ്ടേ. അത് നിങ്ങൾ പ്രൊമോഷൻ എടുക്കുകയാണോ അതോ ഷൂട്ട് ചെയ്യാനോ വേണ്ടത്? അല്ല ഷൂട്ട് ചെയ്യാണ്ട്. അന്ന് പിന്നെ ആദ്യം ഷൂട്ട് ചെയ്യാനുള്ള ഏർപ്പാട് നോക്ക്. നോക്കാം. അവിടെ ലൈറ്റ് ഒക്കെ റെഡി ആക്കില്ലേ? സാറ് വെയിറ്റ് ചെയ്യുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. ഞാനും ചെറുപ്പത്തില് ഈ നാടകങ്ങളൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. അങ്ങനെ എന്റെയും കൂടി ഒരു ഇതൊക്കെയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. സാറിന്റെ കൂടെ ആദ്യത്തെ സിനിമയാണ്. സാറിന്റെ അനുഗ്രഹവും ഇതൊക്കെ വേണം അവൾക്ക്. അനുഗ്രഹിക്കാൻ ഞാനത് ദൈവമൊന്നും അല്ലല്ലോ. സിനിമ നന്നായ എല്ലാം നന്നാവും. പിന്നെ അവള് നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ. ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കണം. എടുത്തു. ശരി. ഞാൻ പുള്ളിയുടെ അടുത്ത് പോയിട്ട് വർത്താനം വേണ്ടി ഇരിക്കുമ്പോൾ നീ എടുത്തോളാം. ക്ലോസ് ആട്ടം നോക്കണ്ട. പറയാനായിട്ടൊന്നുമില്ല. ഞാനാ മറ്റേ വീഡിയോന്റെ യൂട്യൂബ് മീഡിയ ഉണ്ടല്ലോ. താനാണോ? എന്താണോ? ഞാൻ സ്വകാര്യം പറയണ പോലെയൊക്കെ എടുക്കുന്ന വീഡിയോ എടുക്കണ്ട. നമ്മൾ അടുപ്പൊന്ന് കാണിച്ചാൽ എനിക്കൊരു ഗുണം കിട്ടും. അതുകൊണ്ടാണ് ചിലപ്പോൾ ചിരിച്ചിട്ട് കൈ തരണ പോലെയൊക്കെ കൈ തന്നോ. ഞാൻ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? ഇവിടെ മര്യാദയ്ക്ക് ഷൂട്ടിംഗ് നടക്കില്ലേ? അത് തടസ്സപ്പെടുത്താൻ വേണ്ടി വന്നാണ്. എഴുന്നേറ്റ് പോ. എഴുന്നേറ്റ് പോക്കോ. എഴുന്നേറ്റ് പോടോ. ഇരുന്നിട്ടേ സാറായിട്ട് അടുപ്പുണ്ടെന്ന് എനിക്ക് വേറെ വർക്ക് കിട്ടും. അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ കസേര നേരെ എത്തട്ടെ. എഴുന്നേറ്റ് പോടോ ഇവിടുന്ന്. എഴുന്നേറ്റ് പോ. തനിക്ക് നാണല്ലോ. നാണല്ലേ? സാറിന്റെ ഒരു കാര്യം ഞാൻ പോയിക്കോളാം. ഉണ്ടാക്കരുത്. എഴുന്നേറ്റ് പോടോ. എഴുന്നേറ്റിന്റെ പ്രശ്നമാണല്ലോ. സാറിന്റെ ഒരു കാര്യം ഓടിക്കോടാ. അലമ്പാണ് ആള്. കിട്ടിയാ നോക്കട്ടെ എവിടെ? അതാണ്. എടാ നീ ടൂ ഷോട്ട് വെക്കാതെ ഇനി ക്ലോസ് വെക്കും. അത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് റാണിയുടെ ക്ലോസ് വെക്കും. അപ്പൊ ഞാനൊരു അടുത്ത ചോദ്യം ചോദിക്കാം. ഒരുപാട് കഴിവുള്ള നായികമാരെയാണ് ബേബി സാറ് കണ്ടെത്തി സിനിമയിൽ കൊണ്ടുവരാറുള്ളത്. ആ കണക്കിന് നോക്കിയാൽ റാണി ഒരു ഭാഗ്യം ചെയ്ത ആളാണ്. സത്യൻ സാറിനോടൊപ്പം ബേബി സാറിനോടൊപ്പം ഒക്കെ സഹകരിക്കാൻ പറ്റിയത്. അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലുള്ള ഒരു ലവ് സീനാണ് മേക്ക് ചെയ്തിട്ടെന്നാണ് കേട്ടറിയാൻ സാധിച്ചത്. ആക്ച്വലി എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ സീൻ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഞാൻ അതിൽ ഹാഫ് നേക്കഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ മാത്രല്ല കുളിച്ച് വരുന്ന പോലെ. അപ്പൊ നമുക്കിത് ചെയ്തങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് അതല്ല ആ സീൻ. അപ്പൊ ആ സീനിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ക്യാമറമാൻ ശ്രീനി ചേട്ടനാണ്. നമ്മുടെ ബേബി സാറിന്റെ സപ്പോർട്ട് എനിക്ക് പറയാനേ പറ്റുന്നില്ല. സിനിമയുടെ
തുടക്കം തൊട്ട് ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ഇപ്പൊ വരെ എപ്പോഴും ഓരോ സമയം ബേബി സാർ ഇങ്ങനെ എന്റെ അടുത്ത് തന്നെ അത് ഉണ്ടാവും. വളരെ പ്രതീക്ഷയോടെയാണ് മലയാള സിനിമ റാണിയെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ബേബി സാറിന്റെ ഒരു പടത്തിൽ ആക്ട് ചെയ്തത്, അതുകൂടാതെ നിങ്ങൾ മുൻപ് ചെയ്ത പടങ്ങളിലെ പെർഫോമൻസ്, Thank you so നമുക്കിനി ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ റാണിക്കുണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി. നമുക്കൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഇപ്പൊ നമ്മുടെ കറണ്ട് ഇഷ്യൂ ആണല്ലോ നമ്മുടെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഒരു പ്രോബ്ലം. ആ വിഷയത്തെ കുറിച്ച് റാണിയുടെ നിലപാടും കാഴ്ചപ്പാടും എങ്ങനെയാണ്? അത് പ്രേക്ഷകരോടൊന്ന് പറയാം. ആക്ച്വലി ഈ ഹമാസ് എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ ഭയങ്കര വേദനാജനകമാണ്. മാത്രമല്ല ഇസ്രായേലിനെ കുറിച്ച് പറയാനാണെങ്കിലും എന്തൊക്കെ തന്നെയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ധാരണ അക്കാര്യത്തിൽ ഉണ്ട് റാണിക്ക്. ഭയങ്കരമായിട്ട് ഹമാസ് എന്ന് പറയുന്ന കൺട്രി ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, നമ്മൾ കാണുന്നതാണ് ആ കൺട്രിയിൽ നടക്കുന്നത് എന്തൊക്കെയാണ്. പിന്നെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഹമാസ് എന്ന് പറയുന്ന രാജ്യത്ത് ഒരിക്കലെങ്കിലും വിസിറ്റ് നടത്തണം എന്നുള്ളതാണ്. അവിടുത്തെ നല്ല മനോഹരമായ രാജ്യമാണത് അല്ലേ? അതെ, ഞാൻ വായിച്ചിട്ടുണ്ട് ഹമാസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണെന്നുള്ളത്. അപ്പൊ അവരെ കാണണം. പോരാത്തിന് ഇസ്രയേലും രണ്ടിടത്തും ഒന്ന് വിസിറ്റ് ചെയ്ത് അവിടുത്തെ ആളുകളെ ഒന്ന് കാണണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇനി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ 2-3 കുസൃതി ചോദ്യം ചോദിക്കാം. അപ്പൊ ഞാൻ ചോദിക്കാം. അല്ലാതെ കുസൃതിയാക്കല്ലേ? ഇല്ല അങ്ങനെയില്ല, ഇത് വളരെ നോർമലായിട്ട്. അപ്പൊ ഈ ഉറക്കത്തിലും ഒരു പ്രാവശ്യം വരുന്നു, ഉണരുമ്പോഴും ഒരു പ്രാവശ്യം വരുന്നു, എന്താണത്? ഉറക്കത്തിലും ഉണരുമ്പോഴും പ്രേതമാണോ? അയ്യോ അതല്ല, ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉറക്കത്തിലും ഒരു പ്രാവശ്യം വരുന്നു, ഉണരുമ്പോഴും ഒരു പ്രാവശ്യം വരുന്നു. ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ. അയ്യോ ഇതെന്തൊരു ടഫ്, ഇത് ചെറിയൊരു ക്വസ്റ്റ്യൻ അല്ലേ? എന്താ എനിക്കറിയില്ല. നിസ്സാരം. ഉറക്കത്തിൽ ഒരു തവണ വരുന്നു, ഉറങ്ങുമ്പോൾ. അത്രയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി വേറൊരെണ്ണം ചോദിക്കാം. ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോ എന്ത് സംഭവിക്കും? ഇതെല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതെങ്കിലും റാണി ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ആൻസർ പറയണം. ചുണ്ടുകൾ ലിപ്സ് തമ്മിൽ കിസ്സാണോ? അല്ല അത് കൊടുക്കണവർക്കല്ലേ. ഇത് തമ്മിൽ കൂട്ടിമുട്ടുമ്പോ എന്ത് സംഭവിക്കും? റൊമാൻസ് ആണോ? വലിയ ഗഹനമായിട്ടൊന്നും ചിന്തിക്കണ്ട, നോർമലി പറയാൻ പറ്റുന്ന ഒരു ചോദ്യം. ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോ അറിയില്ല. ഇങ്ങനെ വായടയും. മിണ്ടാതിരിക്കാം. അപ്പൊ ഇത്രയും നേരം നമ്മളുമായി സംസാരിച്ച റാണിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. അപ്പൊ ഈ ബേബി സാറിന്റെ സിനിമയിലെ നായികാവേഷം ഒരുപാട് ശ്രദ്ധിക്കപ്പെടട്ടെ, പടം ഗംഭീര വിജയമാകട്ടെ. റാണി മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഹമാസ് എന്ന രാജ്യത്ത് ചെന്ന് അവരുടെ പെടാൻ സാധിക്കട്ടെ. അതുപോലെ ഇസ്രായേലിലും ചെല്ലാൻ പറ്റട്ടെ. അപ്പൊ എല്ലാ